ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒലിവ് കുക്കിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല, ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് കാണുവാനും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാനും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ചോറിനൊപ്പം കൂട്ടാൻ പറ്റി ഈ നല്ല റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മത്തങ്ങ, നമ്മുടെ സാധാരണ മത്തങ്ങ, ഒരു 350 ഗ്രാമോളം സാധാരണ മത്തങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാം ചേന, 1 കപ്പ് വൻപയർ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ എടുത്തു വച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ ഈ ബൗളിനകത്ത് ഒരു 2 ബൗളോളം വരും വൻപയർ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 1 ബൗള് തേങ്ങ, നമുക്ക് അരപ്പിന് ആവശ്യമുള്ളതാണ് കാണിക്കുന്നത്. 1 ബൗള് തേങ്ങ, ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ജീരകം, ഒരു 3/4 ടേബിൾ സ്പൂണോളം ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 4 കുഞ്ഞുള്ളി. ഇത് അരപ്പിനുള്ളതാണ്. പിന്നെ നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 250 ml വെള്ളം. ഇത്രയും മാത്രമാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള റെസിപ്പി. അപ്പം നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയും വൻപയറും ചേനയും ഇട്ടിട്ട് നമുക്ക് ഒരു 50 ml വെള്ളം, ജസ്റ്റ് 50 ml വെള്ളം മതി. ഓവർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒത്തിരി ചാറായിപ്പോൾ ഒരു 50 ml വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ 2 വിസിൽ വന്ന് വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് എല്ലാം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് നമുക്ക് മേലോട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ സാധാരണ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ഈ ഉടച്ച് വെച്ചിരിക്കുന്ന നന്നായിട്ട് അടയ്ക്കണം. നമുക്ക് കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ടിരിക്കും. അതിനകത്തേക്ക് നമുക്ക് നേരത്തെ കാണിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതിനകത്ത് ഒരു 100 ml വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അരപ്പ് വേവാനുള്ള വേവ് മതി. നമുക്കൊരു 5 മുതൽ 7 മിനിറ്റ് വരെ ജസ്റ്റ് വേവിച്ചാൽ മതിയാവും. ഈ 5 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് രുചിച്ച് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുള്ളതാണെങ്കിൽ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് താളിച്ച് കൊടുത്താൽ മതി. കേട്ടോ, ജസ്റ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും അരപ്പ് ഒന്ന് വേവും. അരപ്പ് ഒത്തിരി വേവുണ്ട, ജസ്റ്റ് ഒരു തിളയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് താളിച്ച് ചേർക്കാം. ഈ താളിക്കലാട്ടോ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. താളിക്കാൻ നേരത്തെ ഞാൻ ഇതിനെടുത്തിരിക്കുന്ന 5 കുഞ്ഞുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്. അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 മുതൽ 3 ഇതളോളം ഉള്ള കറിവേപ്പിലയും 3 ചുവന്ന മുളകും. പിന്നെ നമുക്ക് ഇത് മെയിനായിട്ടുള്ളതാണ് അരി, നമ്മുടെ ചുവന്ന അരി അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ചിടണം. നമുക്ക് എങ്ങനെ പൊട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്.
കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് കുഞ്ഞിലിട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുവന്ന മുളക്, പ്രത്യേകം ചുവന്ന മുളക് കരിയാണ്ട് ശ്രദ്ധിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇപ്പോൾ അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ചിലർ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഈ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊരിയൊക്കെ ആയി വരുന്ന പോലെ ജസ്റ്റ് ഈ അരി ഒന്ന് പൊട്ടി വരും. ഓക്കെ, അങ്ങനെ അരി പൊട്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ കണ്ടൊരു നമ്മൾ ഈ നേർച്ചയ്ക്കൊക്കെ അരി എടുക്കത്തില്ല, അതുപോലെ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും എല്ലാം ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം. പക്ഷേ നമുക്കൊരു സെർവിങ് പാനിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കറി ഒഴിച്ച് വെക്കുക. അതിനകത്തേക്ക് ഇതിൻ്റെ മേലോട്ട് വേണം നമ്മളിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കടുക് വറുത്തത് എല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്സ് ആകും. നമ്മൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്തേക്ക് തന്നെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചൊരു ഇതായിട്ട്, എന്നിട്ട് ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഇളക്കി സൈഡിൽ നിന്ന് ഇച്ചിരി ഒന്ന് ഇളക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും കറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ എല്ലാവരോടും വിടാം. അപ്പോൾ മറക്കരുത്, ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം എല്ലാവരോടും ബൈ ബൈ.